ഈ നോമ്പുകാലത്തെ 4-ാം ചൊവ്വാഴ്ച നമ്മുടെ ആത്മീയ യാത്രയിൽ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാനുള്ള ഒരുക്കത്തിലാണ് നാം. 1. ഹൃദയത്തിന്റെ നവീകരണം. നോമ്പ് എന്നത് കേവലം ഭക്ഷണ ക്രമീകരണമല്ല, മറിച്ച് ഹൃദയത്തിന്റെ മാറ്റമാണ്. ഈ 4-ാം ചൊവ്വാഴ്ച നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയും കോപവും വെടിഞ്ഞ് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പാത സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. 2. ദൈവവചനത്തിലൂടെയുള്ള വെളിച്ചം. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത് പോലെ, അവിടുത്തെ വചനം എന്റെ പാതയ്ക്ക് വെളിച്ചമാണ്. ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ ദൈവവചനം മുറുകെ പിടിക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുക. 3. കരുണയുടെ പ്രവൃത്തികൾ. ഈ നോമ്പുകാലത്ത് നാം ചെയ്യുന്ന ഉപവാസങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. വിശക്കുന്നവന് ആഹാരം നൽകുന്നതിലൂടെയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം വെളിപ്പെടുന്നത്. ധ്യാനചിന്ത. സകല ജ്ഞാനത്തെയും അതിശയിക്കുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിൽ കാത്തുരക്ഷിക്കട്ടെ. ഈ 4-ാം ചൊവ്വാഴ്ച നമ്മുടെ കുറവുകളെ ദൈവസമക്ഷം സമർപ്പിച്ച് കൂടുതൽ വിശുദ്ധിയോടെ മുന്നേറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പുകാലത്തെ 4-ാം ചൊവ്വാഴ്ചയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു. ഈ വിശുദ്ധ ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. നോമ്പുകാല പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഈ നോമ്പുകാലത്തെ യാത്രയിൽ ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ തെറ്റുകളെയും കുറവുകളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ അനന്തമായ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എപ്പോഴും സത്യസന്ധത പുലർത്താൻ സഹായിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശക്കുന്നവന്റെയും കഷ്ടപ്പെടുന്നവന്റെയും വേദന മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസത്തിന്റെ വെളിച്ചത്തിനായി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഈ നോമ്പുകാലം വെറുമൊരു ചടങ്ങായി മാറാതെ ഞങ്ങളുടെ ആത്മാവിന്റെ നവീകരണത്തിന് കാരണമാകട്ടെ. ആമേൻ.